നമ്മുടെ പച്ചക്കറിയൊക്കെ തീർന്ന് ലാസ്റ്റ് അധികം വന്ന 2 സാധനമാണ്. കുറച്ച് പഴുത്ത തക്കാളി, ഒരു പാവയ്ക്ക്. അപ്പം വൈകിട്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. അതെല്ലാം ഒന്ന് കുടഞ്ഞിട്ട് നമുക്കിന്നൊരു ഇൻസ്റ്റൻറ്റ് അവിയലും വെച്ച് ഒരു മീൻകറിയും വെച്ച് ചോറ് കഴിക്കാമെന്ന് ഓർത്തു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് മീൻ കൊണ്ടുവരുന്ന അച്ഛൻ വന്നില്ല. അപ്പം അമ്മ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോഴേ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം കൂമ്പ് തോരനും ചമ്മന്തിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയായിരുന്നു. എല്ലാവരും പൊതിയൊക്കെ കൊണ്ടുപോയതാണ്. പിന്നെ ഏതാണ്ട് ഇന്നലത്തെങ്ങാണ്ട് മീൻ വറുത്തതെങ്ങാണ്ട് 1-2 ഇരുന്ന് അതും കൂടെ കൂട്ടിയാൽ കൊടുത്തു വിട്ടെ. ഉച്ചയ്ക്കപ്പം വെജിറ്റേറിയൻ ഊണായതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് മീനില്ലെങ്കിൽ ഒരു രസമില്ല. മീൻ എന്ത് കറി ഉണ്ടെങ്കിലും മീനുണ്ടെങ്കിൽ ഒരു ഊണിനൊരു ഉഷാറ് വരത്തുള്ളൂ. അപ്പം നല്ല പച്ച അയലയാണ്, 6 അയലയുണ്ട്. അപ്പോൾ 4 എണ്ണം കറി വെക്കാം, 2 എണ്ണം വറക്കാം. അപ്പം കഷ്ണം വറുത്ത് അച്ഛനും മക്കൾക്കും കൊടുക്കാം. അയലയുടെ തല ചെകിള കളഞ്ഞ് ഞാനെടുക്കും. പിന്നെ കറിക്കകത്തും അയലത്തല ഇടിഞ്ഞ്. അയലത്തല എല്ലാവരും എടുക്കുമോ? ഞങ്ങൾ കളയത്തില്ല കേട്ടോ, ഞാനെടുക്കും. അമ്മയൊന്നും എടുക്കത്തില്ല, അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല അയലത്തലയൊന്നും. അയലേന്നല്ല ഒരു മീനിൻ്റെയും തല എടുക്കത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കിളിമീനൊക്കെ വെട്ടി കറി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തല ഇച്ചിരി വലിയതിന് നോക്കി ഞാൻ കറിക്കകത്തിടും. കിളിമീൻ്റെ, പിന്നെ മങ്കടയുടെ തല, ചൂരത്തല, അത് പിന്നെ കറിക്കകത്തിടുമല്ലോ നമ്മൾ. ചൂരയുടെ തല സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെയുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അവിയലിൻ്റെ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങയും തിരുമ്മി ചതച്ച് വെച്ചു. മീനും വെട്ടി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ റെസിപ്പിയൊന്നും പറയുന്നില്ല. നമുക്ക് മീൻ കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന, നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന 2 ഐറ്റമാണ് മീൻ കറിയും തീയലും. അതെനിക്കറിയാം. പിന്നെ അതില്ല, ഒരു കുക്കിംഗ് ചാനൽ ഞാൻ കാണും. ആ പുള്ളിക്കാരത്തി പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന വിശ്വാസമുള്ള കാര്യങ്ങൾ കാണിക്കുക. അത് ശരിയാണ്. നമുക്ക് ഈ ചില റെസിപ്പികളുണ്ട്, പരീക്ഷണം. സത്യം പറഞ്ഞാൽ അവർ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദൈവമേ 100% ഫ്ലോപ്പായിപ്പോവും. ചിലത് നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കൂ, പരീക്ഷണം കാണിക്കത്തില്ല. അപ്പം ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഈ ചോറും കറികളും ഒക്കെ എൻ്റെ കംഫർട്ട് സോൺ. അത് അല്ലാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യത്തില്ലെന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് അരപ്പും ഇട്ട് ഒന്ന് കുടഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒറ്റ വിസിൽ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചട്ടിക്കകത്തോ ചീൻചട്ടിക്കകത്തോ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത അവിയൽ റെഡി. അപ്പം ഞാനിതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ അമ്മ മകേഷിൻ്റെ മീൻ പീര കൊടുത്തു വിട്ടു. ചെറിയ ചൂടയില്ലേ, ഇന്നവിടെ വൈകിട്ട് അച്ഛൻ അതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിലെ പങ്ക് ഞങ്ങൾക്ക് കൊടുത്തു വിട്ട്. ഞാനൊരു ഇച്ചിരി മീൻ കറി അപ്പം കൊടുത്തു വിടും മേളിലോട്ട് കേട്ടോ. ചാറ്, അച്ഛനൊക്കെ മീൻ ചാറ് വേണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടത്തിലെയോ തോട്ടിലെയോ ആറ്റിലെയോ കടലിലെയോ ഒക്കെ മീൻ എന്നും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഞാനും മക്കളും കടൽ മീൻ മാത്രമേ കൂട്ടത്തുള്ളൂ, ആറ്റ് മീനൊന്നും കൂട്ടത്തില്ല. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തണം. അപ്പം നമ്മളിടുന്ന ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പം ഞാൻ അത്താഴം വിളമ്പാൻ ചോറെടുത്ത് വെച്ചു. എൻ്റെ അയിലത്തല വറുത്തത്, എൻ്റെ സ്വന്തം തല, നല്ല കൊഴുത്ത മീൻ കറി, പിന്നെ ഇച്ചിരി മീൻ പീരയും, പിന്നെ കറിയിൽ നിന്ന് ഒരു തല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിതാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.